അതെ, ക്യാൻസറാണ്. എനിക്കിത് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനിങ്ങനെ വന്ന് കരയണ്ട എന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. പക്ഷേ ഓക്കെ, ക്യാൻസർ ആണെന്ന് പറഞ്ഞ ആ മൂമെന്റ് ആണേ. അതിനുശേഷം എല്ലാവരും രേണുസുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ അടക്കമുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ആർക്കും ഈ ഒരു അസുഖം വരരുത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാ മനുഷ്യരിലും ഉണ്ടാവും ക്യാൻസർ ഷെല്ലും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാനിത് ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല. പക്ഷെ ചില ആളുകൾ കുറ്റപ്പെടുത്താതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത്രയും നാള് രേണുസുതി എല്ലാവരും പൊങ്കാല ഇട്ടിരുന്നു അല്ലെ. ഒറ്റയടിക്ക പൊങ്കാലയൊക്കെ ഒന്ന് തിരിഞ്ഞ് അമൃതമായിട്ട് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെയാണ് നമ്മൾ വയ്യാത്ത ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അല്ലെ. അതിനോടൊപ്പം തന്നെ കിച്ചുവിനെ ഇങ്ങനെ എല്ലാവരും ക്രൂശിക്കുന്നതും കാണുന്നുണ്ട്. വിഷയം ഇത് രണ്ടുമല്ല, വിഷയം മറ്റൊന്നാണ്. ക്യാൻസർ രോഗികളായ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ടല്ലേ. ഒരുപാട് നിർധനരായ ആളുകളുണ്ട്. ആരാലും അറിയപ്പെടാത്ത പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരു കൂട്ടം നല്ല ചാരിറ്റി പ്രവർത്തകരുണ്ട് എന്നുള്ളതാണ്. പച്ചായൻ ഗോൾഡിനൊക്കെ അറിയില്ലേ, പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന വ്യക്തിയാണ്. പിന്നെ ഫിറോസ് കുന്നംപറമ്പിൽ ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹവും ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രേണുസുതിക്ക് ഈ രോഗം സ്ഥിരീകരിച്ചതോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾ സഹായിക്കാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സബ്സ്ക്രിപ്ഷൻ പോലും ഇനി എടുക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട്. അതെന്താ ഇനിയും എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെന്തെങ്കിലും ആവട്ടെ, അങ്ങനെയുള്ള ആളുകൾ പോലും ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് എനിക്ക് കിട്ടിയ വരുമാനത്തിന് ഇത്ര ശതമാനം കൊടുക്കുന്ന സീക്രട്ട് ഏജന്റ് പോലും പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ എന്റെ സ്റ്റാൻഡ് അതല്ല. എന്റെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേണുസുതിക്ക് ഒരുപാട് ആളുകൾ പൈസ കൊടുക്കാനുണ്ടാവും അല്ലെ. അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ ആളുണ്ടായിരുന്നു, സ്ഥലം വാങ്ങിക്കൊടുക്കാൻ ആളുണ്ടായിരുന്നു. ഇനി ഈ ഒരു വിഷയം അറിഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് സെലിബ്രിറ്റീസുകൾ അവർക്ക് പൈസ കൊടുക്കുക തന്നെ ചെയ്യും. ഗവൺമെന്റ് സഹായങ്ങൾ കിട്ടും. ഒരുപാട് ആളുകളുണ്ട്, അങ്ങനെ തന്നെ പറയണം. നേരെ തിരിച്ച് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. ഒന്നല്ല 2 വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരും. ആരോരുമില്ലാത്ത കുറെ ആളുകളുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് അവരെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഒന്നാമത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. എൻ്റെ പേര് നിവ്യ എന്നാണ്. ഞാൻ 1 വർഷത്തോളമായി ക്യാൻസർ രോഗിയായിട്ട് ഇപ്പോൾ ചികിത്സ മുടങ്ങിയിരിക്കുകയാണ്. മഞ്ചേരി ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്കൊരു മോളാണുള്ളത്. സഹായിക്കാൻ ആരുമില്ല. ചികിത്സ മുടങ്ങിയത് കാരണം ഇപ്പോൾ പെയിനാണ് കൂടുതലായിട്ട്. സഹിക്കാൻ വയ്യാത്ത പെയിൻ വരുന്നുണ്ട്. ദയവായി സുബനസുള്ളവരെ എന്നെ സഹായിക്കണം. ഇതുവരെ സുഹൃത്തുക്കളും കൂടെ വർക്ക് ചെയ്തവരൊക്കെ അവരെ കൊണ്ട് ആവുന്ന രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. നടക്കാനൊന്നും വയ്യ, ഒരാളെ സഹായം ഇല്ലാതെ കഴിയുന്നില്ല. ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് വീണ് കാലിൻ്റെ എല്ലൊക്കെ പൊട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നിനും വയ്യ, സഹായിക്കണം. ഞാൻ രാവിലെ ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോൾ ആദ്യം കണ്ട വീഡിയോ ഇതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ റിലേറ്റഡ് വീഡിയോ ആണോ കഴിഞ്ഞ ദിവസം കാണുന്നത് നമ്മുടെ രേണുസുതിയുടെ. അപ്പൊ അത്തരം വീഡിയോസ് തന്നെയാണ് നമുക്ക് അടുത്ത സജഷനിൽ വരിക. അങ്ങനെ കണ്ട വീഡിയോ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇവരെ സഹായിക്കാൻ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു, അവരുടെ വേണ്ടപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് ചികിത്സാ സഹായം ഇനിയും ആവശ്യമുണ്ട്. ഈ വീഡിയോ കണ്ട എത്ര ആൾക്കാർ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും? രേണുസുതി ആണെങ്കിൽ അതിരുന്ന് കണ്ട എത്ര ആളുകൾ ഉണ്ടാവും? രേണുസുതിയെ സഹായിക്കേണ്ട എന്നല്ലട്ടെ ഞാൻ പറയുന്നത്. രേണുസുതിയെ സഹായിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ കുറെ ആളുകളുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായി ഗവൺമെന്റിന്റെ 3 സ്ഥാപനങ്ങളുണ്ട് ഇവിടെ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ RCC ആണ്, റീജിയണൽ ക്യാൻസർ സെന്റർ. 2 MCC മലബാർ ക്യാൻസർ സെന്റർ. 3 CCRC കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ എന്നുള്ളതാണ്. ഏകദേശം 57,000 ആളുകളാണ് പ്രതിവർഷം അവിടെ ഈ ചികിത്സക്കായിട്ട് വരുന്നത്. സാമ്പത്തികമില്ലാത്ത ആളുകളാവും ഏറ്റവും കൂടുതൽ ഇത്തരം ആശുപത്രികളെ സമീപിക്കുന്നതല്ലേ. പണമുള്ള ആളുകളും വരാറുണ്ട് എന്നുള്ളതാണ്. പ്രതിവർഷം ഇപ്പൊ മറ്റുള്ള ആശുപത്രികളും കൂടെ കൂട്ടുകയാണെങ്കിൽ അത് 65,000-ന് മുകളിൽ കടക്കും കേട്ടോ. പ്രതിവർഷമാണ് പറഞ്ഞത്. അതായത് ക്യാൻസർ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമ്മൾ നിരന്തരം കണ്ടുപോകുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒരു അസുഖമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ രേണുവിന്റെ മൊമോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് കണ്ടെത്തിയെന്നാ പറയുന്നത്. അതിൽ കുറെ കാര്യങ്ങളുണ്ട്, അതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല. വെയിറ്റ് ചെയ്യും, കുറച്ച് കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാനുള്ള വിഷയം തന്നെയാണ് രേണുസുതിയുടെ കാര്യങ്ങൾ എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ അത് വെയിറ്റ് ചെയ്യണം നിങ്ങൾ. ഓക്കെ, അപ്പൊ ഈ ഒരു ചേച്ചി ഉണ്ടല്ലോ, ഈ ഒരു ചേച്ചി മാത്രമാണോ ഉള്ളത്? അല്ല, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള സഹായിക്കണം എന്ന് പറഞ്ഞു വരുന്ന കുറച്ച് വീഡിയോസ് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ അല്ലെ. ചില ആളുകളെങ്കിലും ആ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്തിട്ട് 1 രൂപയെങ്കിലും അയച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ആളുകൾ എനിക്കറിയാന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കണം എന്നുള്ളത്. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ വന്ന മറ്റൊരു വീഡിയോയും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. എന്റെ പേര് അഭിജിത്ത്. എനിക്ക് ക്യാൻസർ ആണ്. എന്റെ 2 കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. എനിക്ക് എന്റെ അമ്മനോട് ജീവിക്കണമെങ്കിൽ മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. എല്ലാവരും എന്നെ സഹായിക്കണം. ഈ മോനെ നമ്മളുള്ള വേദനയാണ്. എല്ലാവരും എന്നെ സഹായിക്കണം. അഭ്യർത്ഥിക്കുകയാണ്.
നിങ്ങളെ കൊണ്ട് നിങ്ങൾ കാല് പിടിക്കുക. ഞങ്ങൾക്ക് വേറെ ഒരു മാർഗമില്ല. അവസാന കഷ്ടം ഒരു മാർഗമുള്ളൂ. വിഷമെടുത്ത് ചാകട്ട് മക്കളെ. ഞാനും എന്റെ മാറ്റി മരിക്കുന്നു. നിങ്ങളുടെ മുമ്പിലേ ഉള്ളൂ. എന്റെ പോലെ ഞങ്ങളെ രക്ഷപ്പെടുത്തണം. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാലിലെ വീട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഞങ്ങളെ രക്ഷപ്പെടുത്തണം. ആ വീഡിയോ കണ്ടോണ്ടിരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ രേണുസുതിയുടെ വീഡിയോ കണ്ടതിനേക്കാൾ കൂടുതൽ എനിക്ക് വിഷമം ഈ വീഡിയോ കണ്ടപ്പോഴാണ് തോന്നിയത്. രേണുസുതി നമ്മൾ നിരന്തരം കണ്ടോണ്ടിരിക്കുന്നതാണ്. നിരന്തരം ക്രൂശിച്ചിട്ടുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും ക്രൂശിക്കേണ്ട വിഷയങ്ങൾ ക്രൂശിക്കുക തന്നെ ചെയ്യണം. മദ്യപാനം പ്രോത്സാഹിപ്പിക്കലും പിന്നെ ഈ ശരീര പ്രദർശനവും കുറേ കാര്യങ്ങളുണ്ട്. ഇനി അത് പറയുന്നില്ല, അതവിടെ നിൽക്കട്ടെ. എടോ, ഇങ്ങനെ കുറേ വീഡിയോസ് നമ്മളെ മുന്നിലൂടെ അങ്ങനെ പോകുന്നുണ്ട്, നമ്മളത് സ്കിപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അവരെയും കൂടി കാണണമെന്ന് എനിക്ക് പറയാനുള്ളത്. രേണുവിന് ഇഷ്ടം പോലെ ആളുകൾ സഹായിക്കാനുണ്ട്. അപ്പൊ അരിയണ്ണം പറഞ്ഞ വാക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, രേണുസുതിയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോസിൽ എനിക്ക് കിട്ടിയ ഫണ്ടിന്റെ പകുതി എങ്ങാനും കൊടുക്കുന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടത്. എത്രത്തോളം ശരിയാന്ന് എനിക്കറിയില്ല. കൊടുക്കുമെന്ന് അവർ പറയുന്നു. പക്ഷെ എന്റെ സ്റ്റാൻഡ് അതല്ല. രേണുസുതിക്ക് ഒരുപാട് ആളുകൾ പൈസ കൊടുക്കാനുണ്ടാവും. ഇങ്ങനെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ചില ആളുകൾ പറയും ന്യൂജൻ പരദൂഷണമാണെന്നുള്ളത്. ഓക്കെ, നിങ്ങൾ അത് എങ്ങനെ വേണമെങ്കിലും വിളിച്ചോ, ഒരു കുഴപ്പമില്ല. ശരീരം വിറ്റിട്ടല്ല ഞാൻ ജീവിക്കുന്നത്, അത് ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ ജീവിക്കുന്ന ആളുകളെ തുറന്നു കാണിക്കുന്നുണ്ട്. സമൂഹത്തിനെ വഴിതെറ്റിക്കുന്ന പല ആളുകളെയും തുറന്നു കാണിച്ചിട്ടുണ്ട്. സത്യത്തിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. തെറ്റുകൾ പറ്റുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. തെറ്റുകൾ പറ്റിയാൽ തിരുത്തിയിട്ടുണ്ട്. അത് ആ സ്റ്റാൻഡിൽ നിന്ന് ഒരിക്കലും ഞാൻ പിന്നോട്ട് പോവില്ല. പിന്നെ നിരന്തരമായിട്ട് ന്യൂനപക്ഷങ്ങളെ ചവിട്ടി താഴ്ത്തുമ്പോൾ അടിച്ചമർത്തുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. അതിലും സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മനുഷ്യന് വേണ്ടി സംസാരിക്കുന്നു, മാനവികതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു. അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റിലും ഒരുപാട് ആളുകളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ കണ്ട കമന്റുകളാണ്. രേണുസുതിയുടെ വീടിന്റെ അടിയിൽ വന്ന കമന്റാണ്. ഇപ്പൊ അവരെന്തോ കീമോ തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിൽ PICCയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരൊരു വീഡിയോ ഇട്ട് ഒരു പാട്ടും പാടി, അതിമനോഹരമായി പാട്ട് പാടി എന്ന് പറയേണ്ടി വരും. അതായത് ഇത്രയും നാൾ അവർ പാടിയ പാട്ടുകളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് അത് തന്നെയാണെന്നുള്ളതാണ്. ഞാനിപ്പോ സൈഡിൽ ജസ്റ്റ് ആ പാട്ടൊന്ന് കേൾപ്പിച്ചു തരാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. രോഗമെന്നെ പീഡിച്ചെൻ ദേഹം ക്ഷയിച്ചാലും നീ, രോഗമെന്നെ പീഡിച്ചെൻ ദേഹം ക്ഷയിച്ചാലും നീ, വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാം, വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാം. യേശുവിനടിസ്ഥാനം ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ. വിശ്വാസം അത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ വേണം. ദൈവവിശ്വാസം, താൻ പാതി ദൈവം പാതി എന്നുള്ളതാണ്. പകുതി നമ്മളിലും വേണം, പകുതി ദൈവത്തിലും വേണം എന്നാണ്. അത് എല്ലാവരും അങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ആ പാട്ടില് സത്യത്തില് അവരുടെ വിഷമം കറക്റ്റ് ഉണ്ട്. അവർക്ക് ആ ദൈവത്തിൽ നന്നായിട്ട് വിശ്വാസം ഇപ്പം ഉണ്ട് അല്ലെ. ആ റിക്കവർ ആയിട്ട് വന്നിട്ട് അവർ അടിപൊളിയായി ജീവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ വീടിന്റെ അടിയിൽ വന്ന കമന്റുകളിലും ഒരുപാട് ആളുകൾ പറയുന്ന വാക്കാണ് ഈ ഒരു ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണം, മൊബൈൽ നമ്പർ തരും, ജീപ്പ് നമ്പർ തരും എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ രേണുസുതിക്ക് അങ്ങനെ ഒരു സാമ്പത്തികം ഉണ്ടാക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. വളരെ സിമ്പിൾ ആയിരിക്കും. ഹരിയാണനെ പോലെയുള്ള കുറെ ആളുകൾ ചിന്തിച്ചാൽ തന്നെ, തീരുമാനിച്ചാൽ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. പക്ഷെ എന്റെ ടേക്ക് അതല്ല. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. അവരെ ഞാൻ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുക എന്ന് മാത്രമാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഇത്തരം വീഡിയോസ് നിങ്ങൾ വരാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുഖമാണെങ്കിൽ നിങ്ങൾ നോക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. ഇതാണോ വേണ്ടേ? അല്ല. ആരോരും തിരിഞ്ഞു നോക്കാനില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒരു നേരത്തെ മരുന്നിന് പോലും പൈസ ഇല്ലാത്ത പാവങ്ങളുണ്ട്. അവരെ തിരിഞ്ഞു നോക്കാതെ നമ്മൾ എന്ത് ചെയ്തിട്ട് എന്താ കാര്യമുള്ളത്? ഒരു രൂപ പോലും കൊടുക്കാൻ ആരുമില്ലാത്ത പാവങ്ങളുണ്ട്. അവർക്കാണ് നമ്മൾ ആദ്യം പൈസ കൊടുക്കേണ്ടത്. രേണുവിനെ സഹായിക്കേണ്ടതെന്ന് ഒരിക്കലും എവിടെയും പറയില്ല കേട്ടോ. നിങ്ങൾ രേണുവിനെ സഹായിച്ചോളൂ, അത് നല്ല കാര്യമായിട്ട് തന്നെ ഞാനും കാണുന്നത്. ഒരു രോഗിയല്ലേ. പക്ഷെ അവിടെ നിങ്ങൾ എടുക്കുന്ന ആ ഒരു തീരുമാനം ഉണ്ടല്ലോ, ആ ഒരു തീരുമാനത്തിൽ ഒന്നുമില്ലാത്ത ഒരു പാവവും അവിടെ ഉണ്ട് എന്നുള്ള ബോധമാണ് വേണ്ടത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആണെന്നുണ്ടെങ്കിലും, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണെന്നുണ്ടെങ്കിലും, ഇനി ഏത് മെഡിക്കൽ കോളേജ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു തവണ ആ ക്യാൻസർ പേഷ്യൻസിന്റെ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കണം. അപ്പൊ കാണാൻ കഴിയുന്നുള്ളതാ.
വേണ്ടപ്പെട്ട ആരുമില്ലാതെ കുടുംബങ്ങൾ പോലും ഒഴിവാക്കി പോയ ആളുകൾ പോലും അവിടെ ഉണ്ടാവുന്നുള്ളതാണ്. അവിടെ കൃത്യമായിട്ട് ഡിവൈഎഫ്ഐ ഒക്കെ പൊതിച്ചോറും കാര്യങ്ങളൊക്കെ ദിവസം മെഡിക്കൽ കോളേജുകളിൽ കൊടുക്കുന്നുണ്ട്. അതാവും ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ചേർത്ത് വെക്കണം എന്നേ പറയാനുള്ളൂ. ഇപ്പൊ രേണുസുതിയെ കുറ്റപ്പെടുത്തിയ ആളുകളൊക്കെ ഒറ്റയടിക്ക് ആ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന നീയും തിരിച്ചാടാ പ്ലേറ്റ് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടാവും. എന്റെ പ്ലേറ്റ് തിരിക്കുകയൊന്നുമില്ല. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി നമുക്ക് മറക്കാനൊന്നും കഴിയില്ല. അതെങ്ങനെ മറക്കാൻ കഴിയാനാ? ഞാൻ അന്ന് പറഞ്ഞ വാക്കുകൾ തിരുത്താനും പോകുന്നില്ല. അതൊക്കെ കൃത്യമായിട്ട് ഈ നാടിന്റെ നന്മക്ക് വേണ്ടി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ശരീര പ്രദർശനാണെന്നുണ്ടെങ്കിലും കുറെ കാര്യങ്ങൾ ഇനി പറയണ്ട, അത് പോട്ടെ. ഇപ്പൊ പറയും അതും വിറ്റ് കാശാക്കുന്നു എന്നുള്ളത്. നിങ്ങൾ എങ്ങനെ ആശ വിചാരിക്കടോ? പറയാനുള്ളത് പറയാനാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത് ഞാൻ നട്ടല് പണയം വെച്ചിട്ടില്ല എവിടെയും. സത്യസന്ധമായിട്ട് അങ്ങ് വിളിച്ചു പറയും, നെഞ്ചും വിരിച്ചങ്ങ് പറയും. അത്രേ ഉള്ളൂ. രേണുവിനെ നിങ്ങൾ സഹായിക്കണം, അത്ര തന്നെ എനിക്കും പറയാനുള്ളത്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കൂട്ടത്തിൽ ആരോരും ഇല്ലാത്ത കുറച്ച് ആളുകൾ കൂടിയുണ്ട്, അവർക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കണം. അത്രേ പറയുന്നുള്ളൂ. പിന്നെ കിച്ചുവിനെ ക്രൂശിക്കുന്ന ആളുകളോട്, കിച്ചുവിനെ നിങ്ങൾ എങ്ങനെയാണോ ക്രൂശിക്കുന്നത്? കിച്ചുവിനെ ക്രൂശിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? കിച്ചു ഏത് സാഹചര്യത്തിലാണ് അന്ന് ആ ഒരു വീഡിയോ ഇട്ട് നിങ്ങൾക്ക് അറിയാം. എന്റെ ലൈഫിനെ കുറിച്ച് പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത്. പല കാര്യങ്ങളും മൂടി വെക്കപ്പെട്ടിട്ടുണ്ട്, പലതും പറയാൻ സമയമായിട്ടില്ല. ഇനി അങ്ങോട്ട് രേണുവിനെ കുറിച്ച് പണ്ട് വീഡിയോ ചെയ്ത ആളുകൾക്കൊക്കെ തെരഞ്ഞു പിടിച്ച് കുറെ ആളുകൾ ഗ്യാങ് ആയിട്ട് നിന്ന് പണി തരാൻ പോകുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞു കേട്ടു. വാ, നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അത്രേ പറയുന്നുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞ വാക്കുകൾ മറക്കണ്ട. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് പരിഗണിക്കുക. ഒരിക്കലെങ്കിലും ഒരു ക്യാൻസർ വാർഡ് ഒന്ന് വിസിറ്റ് ചെയ്യുക. അത്രേ പറയുന്നുള്ളൂ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.